നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. നാളെ അത്തം. നാളെ മുതൽ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമൊരുങ്ങും. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണ് 7 ക്വാർട്ടേഴ്സുകൾ തകർന്നു. ജനാധിപത്യത്തിന്റെ ഭാഷ മനസ്സിലാകാത്ത ഭരണാധികാരികളാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന് ബാബു എം പാലിശ്ശേരി MLA. ജങ്കാർ സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും MLA. പന്നിത്തടത്ത് 3 കിലോ കഞ്ചാവുമായി മധ്യവയസ്കനെ വടക്കാഞ്ചേരി എക്സൈസ് പിടികൂടി. കുന്നംകുളം അടുപ്പൂട്ടി സ്വദേശി രാജുവാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. പൊന്നോണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. നാളെ അത്തം. അത്തം 10-നാണ് തിരുവോണം. അത്തം മുതൽ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമിടുകയായി. അത്തം തൊട്ട് 10 ദിവസം പൂക്കളമിട്ടാണ് ഐശ്വര്യം നിറഞ്ഞ പൊന്നോണത്തെ മലയാളികൾ വരവേൽക്കുന്നത്. മാവേലി തമ്പുരാന് സ്വാഗതമോദി നാടെങ്ങും പൂക്കളമിടുമ്പോൾ ഒരുമയുടെ ഓണസങ്കല്പങ്ങളാണ് അർത്ഥപൂർണമാകുന്നത്. ചാണകം മെഴുകിയ മുറ്റത്ത് തൊടിയിൽ നിന്നും പറമ്പുകളിൽ നിന്നും പറിച്ചെടുക്കുന്ന പൂക്കൾ കൊണ്ട് മനോഹരമായ പൂക്കളമിടുന്നത് മലയാളിക്ക് എക്കാലത്തെയും ആനന്ദകരമായ ചടങ്ങാണ്. നിറക്കാഴ്ചയായി മുറ്റങ്ങളിൽ വർണ്ണപ്പൂക്കളം നിറയുമ്പോൾ മലയാളിയുടെ ഗൃഹാതുരത്വമുണരുന്ന മനസ്സുകളിൽ സന്തോഷം വിടരും. അതേസമയം പൂക്കളുടെ ക്ഷാമത്തെ തുടർന്ന് ഭൂരിഭാഗം പേരും ചെത്തി, ജമന്തി, ചെണ്ടുമല്ലി, അരളി എന്നിവ അടങ്ങിയ കിറ്റുകൾ വാങ്ങിയാണ് പൂക്കളം ഒരുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന പൂക്കളാണ് വിപണിയിൽ ഏറെയും വിൽപ്പനയ്ക്കുള്ളത്. എന്നാൽ പഴമയെ മറക്കാതെ നാട്ടിൻപുറങ്ങളിലെ പല വീടുകളിലും കാശുതുമ്പ, മുക്കുറ്റി, തുമ്പപ്പൂ എന്നിവ കൊണ്ട് പൂക്കളമിടാറുണ്ട്. വീട്ടുമുറ്റങ്ങളിൽ ഓണപ്പൂക്കളം വിരിയുമ്പോൾ മലയാളികളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സുവർണ കാലഘട്ടത്തിന്റെ സുന്ദര സ്മരണ വീണ്ടും പടികടന്നെത്തുകയാണ്. ഓണത്തിന് 10 നാൾ മാത്രം ബാക്കി നിൽക്കെ പൂക്കള മത്സരവും ഓണാഘോഷവും സജീവമാകുകയായി. സെപ്റ്റംബർ 7-നാണ് തിരുവോണം. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ തേക്കിൻകാട് മൈതാനം പൂക്കച്ചവടക്കാർ കൈയടക്കി. ഇനിയുള്ള 10 നാളുകൾ തേക്കിൻകാട് മൈതാനിയിൽ പൂക്കളുടെ സൗരഭ്യം പരക്കും. മലയാളികളുടെ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ അന്യസംസ്ഥാനക്കാരാണ് പൂക്കച്ചവടം ഒരുക്കിയിരിക്കുന്നത്. വീട്ടിൻമുറ്റം പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം ഒരുക്കാൻ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് പൂക്കൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. റെക്കോർഡ് വിലയാണ് പൂക്കൾക്ക് വിപണിയിൽ ഈടാക്കുന്നത്. ജമന്തിപ്പൂവിന് കിലോയ്ക്ക് 400 രൂപയാണ് ഈടാക്കുന്നത്. റോസാപ്പൂവിന് കിലോയ്ക്ക് 200 രൂപയും മഞ്ഞ ചെണ്ടുമല്ലി കിലോയ്ക്ക് 100 രൂപയുമാണ് വില. വരും ദിവസങ്ങളിൽ പൂക്കളുടെ വിലയിൽ വൻ വർധനവാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് നാടൊരുങ്ങവേ ഓണവാർത്തകളുമായി ഓണവിശേഷങ്ങൾ നാളെ മുതൽ TCVയിൽ സംപ്രേഷണം ചെയ്യും. തിരുവോണം വരെയുള്ള 10 നാളുകളിൽ വാർത്തകളിലാണ് ഓണവിശേഷങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. സപ്ലൈകോയുടെ സൗജന്യ ഓണക്കിറ്റിൽ സാധനങ്ങൾ കുറവ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തുന്ന വിഭവങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കാരണം. 2 കിലോ അരിയും 200 ഗ്രാം മുളകുമാണ് ഇത്തവണ BPLക്കാർക്കുള്ള സൗജന്യ ഓണക്കിറ്റ്. സാധനങ്ങളുടെ ദൗർലഭ്യം മൂലം സൗജന്യ ഓണക്കിറ്റ് എല്ലാ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാക്കിയിട്ടില്ല. പഞ്ചസാരയാണ് ഓണക്കിറ്റിൽ നിന്ന് ഒഴിവാക്കിയ പ്രധാനപ്പെട്ട ഇനങ്ങളിലൊന്ന്. ഇതിനു പുറമെ സപ്ലൈകോ വിതരണം ചെയ്യുന്ന 1 കിലോ അരിയുടെ വില 21 രൂപയിൽ നിന്ന് 25 രൂപയായും മുളകിന് 55 രൂപയിൽ നിന്ന് 75 രൂപയായും വെളിച്ചെണ്ണയുടെ വില 65 നിന്ന് 125 രൂപയായും വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. വെയിലും മഴയും വകവയ്ക്കാതെ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം വരുന്നവർക്ക് അവശ്യ സാധനങ്ങൾ പലതും ലഭിക്കാത്തതുമൂലം നിരാശപ്പെടേണ്ട അവസ്ഥയാണുള്ളത്. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. മെഡിക്കൽ കോളേജ്, നാട്ടിൻപുറം, അത്താണി എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റുണ്ടായത്. മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിൽ പ്ലാവ് കടപുഴകി വീണ് 7 ക്വാർട്ടേഴ്സുകൾ തകർന്നു. ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. നാട്ടിൻപുറത്ത് മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചു. പുത്തിരി അന്തോണിയുടെ ട്രസ്റ്റ് പൂർണ്ണമായും കാറ്റിൽ പറന്നുപോയി. അത്താണി വ്യവസായ എസ്റ്റേറ്റിലും കാറ്റ് നാശം വിതച്ചു. 33 kV സബ്സ്റ്റേഷനിലേക്ക് മരം കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. ഇതേ തുടർന്ന് മുണ്ടൂർ മെഡിക്കൽ കോളേജ് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മറിഞ്ഞുവീണ മരങ്ങൾ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മുറിച്ചു നീക്കി. ഒരു ഇടവേള.
വാർത്തകൾ തുടരുന്നു. അഞ്ഞൂർ നമ്പീശൻപടിയിലെ റോഡിന് സമീപം മരം കടപുഴകി വീണു. വടക്കൻ അന്തോണി വർക്കി, താമരശ്ശേരി ഉദയകുമാർ എന്നിവരുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീടുകൾക്ക് മുകളിലെ ഷീറ്റുകളും ഭിത്തികളും തകർന്നു. 25 വർഷത്തിലേറെ പഴക്കമുള്ള മരമാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു. അഞ്ഞൂർ, കരിയൻപായി, നമ്പീശൻപടി ഭാഗങ്ങളിലെ പൂമരങ്ങൾ ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുൽ അലി പറഞ്ഞു. പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കി. ബാറുകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി തുടങ്ങി. ജില്ലയിലെ 106 ബാറുകൾക്കാണ് നോട്ടീസ് നൽകുന്നത്. നിലവിൽ തുറന്നു പ്രവർത്തിക്കുന്ന 32 ബാറുകൾക്കും നിലവാരമില്ലെന്ന പേരിൽ അടപ്പിച്ച 74 ബാറുകൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. എക്സൈസ് കമ്മീഷണർ ഒപ്പിട്ട നോട്ടീസിൽ സർക്കാരിന്റെ പുതിയ നയപ്രകാരമാണ് ബാറിന്റെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ലൈസൻസ് സറണ്ടർ ചെയ്യണമെന്നും നോട്ടീസിൽ പറയുന്നു. ജനാധിപത്യത്തിന്റെ ഭാഷ മനസ്സിലാകാത്ത ഭരണാധികാരികളാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന് ബാബു എം പാലിശ്ശേരി MLA പറഞ്ഞു. അഴീക്കോട് ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ മനുഷ്യമതിൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജങ്കാർ സർവീസ് ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകും. അഴിമതിയിൽ ഡോക്ടറേറ്റ് നേടിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഈ സർക്കാർ പോകുമ്പോഴേക്കും മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റഴിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഓണമായിട്ടും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും ബാബു എം പാലിശ്ശേരി പറഞ്ഞു. ജങ്കാർ വിഷയത്തിൽ ജില്ലാ കളക്ടർ നിരുത്തരവാദപരമായാണ് പെരുമാറുന്നതെന്ന് സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ച VS സുനിൽകുമാർ MLA അഭിപ്രായപ്പെട്ടു. വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിട്ടും കളക്ടർ വിളിച്ച യോഗം വെറും പ്രഹസനമായി. സർക്കാർ ഇടപെട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള ജങ്കാർ എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്ത് സർവീസ് ആരംഭിക്കണം. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ സ്ഥലം MLA എന്ന നിലയിൽ അനിശ്ചിതകാല നിരാഹാരം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പാടി വേണു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK ഡേവിസ്, CK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തു. അതേസമയം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ജങ്കാർ പ്രശ്നം ചർച്ച ചെയ്യാൻ വിസമ്മതിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തു. സ്കൂളിൽ നിന്ന് മകളെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയായിരുന്ന വീട്ടമ്മയുടെ 2 പവന്റെ മാല ബൈക്കിലെത്തിയ മോഷ്ടാവ് കവർന്നു. ഒല്ലൂർ സെന്റ് മേരീസ് മഠത്തിന് മുന്നിലെ ചങ്ങലഗേറ്റ് റോഡിൽ വെച്ച് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. നെയ്യത്ത് ബിജുവിന്റെ ഭാര്യ സീതയുടെ മാലയാണ് വീടിനടുത്ത് വെച്ച് കവർന്നത്. മാല പൊട്ടിക്കുന്നതിനിടയിൽ നിലത്ത് വീണ താലി തിരിച്ചു കിട്ടി. ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വിൽക്കാനായി കൊണ്ടുവന്ന 3 കിലോ കഞ്ചാവുമായി മധ്യവയസ്കനെ വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ Y ഷിബു പിടികൂടി. കുന്നംകുളം അടുപ്പുട്ടി പുത്തനങ്ങാടി കിടങ്ങനെ വീട്ടിൽ രാജുവാണ് പിടിയിലായത്. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രഹസ്യവിവരത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രിയിൽ പന്നിത്തടത്തു നിന്നാണ് കഞ്ചാവ് സഹിതം ഇയാളെ പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് റിയാസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CD വിൻസെന്റ്, പ്രിവന്റീവ് ഓഫീസർ കൃഷ്ണരാജ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനിൽ, ഹരിദാസ്, മീര സാഹിബ്, ഗോപകുമാർ, ഷാജി, സുനിൽ ദാസ്, AC ജോസഫ്, ചന്ദ്രൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. നിഷ്ക്രിയമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. തൃശൂർ ബാലഭവനിൽ സംഘടിപ്പിച്ച കേരള പ്രവാസി സംഘം സംസ്ഥാന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികൾക്ക് സർക്കാർ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. കേരളത്തിൽ ഇന്ന് കാണുന്ന നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവാസികളാണ്. സമ്പദ് വ്യവസ്ഥ തകർന്ന അവസ്ഥയിലാണെന്ന് കേരളമെന്നും PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷത വഹിച്ചു. AC ആനന്ദൻ, R കൃഷ്ണൻ, PK അബ്ദുള്ള, NV ഹരി, MP അബൂബക്കർ, K മൂസ തുടങ്ങിയവർ സംസാരിച്ചു. N ജഗജീവൻ, തങ്കമണി തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ അഭിഭാഷകർ സത്യാഗ്രഹം നടത്തി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KD ഉഷ അധ്യക്ഷത വഹിച്ചു. TR സുരേഷ് കുമാർ, CT ബാബു, സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു. പുലിഭീതി നിലനിൽക്കുന്ന ചാലക്കുടി കൊന്നക്കുഴിയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആട് ചത്തു. താണിക്കുന്ന് തത്തമ്പള്ളി ബാബുവിന്റെ 3 വയസ്സുള്ള ആടാണ് ബുധനാഴ്ച രാത്രി ചത്തത്. വീടിന്റെ പിൻഭാഗത്തെ കൂട്ടിൽ കെട്ടിയിരുന്ന തള്ളയാട് 100 മീറ്റർ അകലെയാണ് ചത്തുകിടന്നത്. കഴുത്തും അകിടും വികൃതമായ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇത് പുലിയുടെ ആക്രമണമല്ലെന്നാണ് വനപാലകർ പറയുന്നത്. കഴുത്തും അകിട് മാത്രമായി പുലി കടിച്ചെടുക്കുകയില്ലെന്നും ഇത്രയും ദൂരം ആടിനെ ഓടിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതിന് ശേഷം അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ക്യാമറകൾ പരിശോധിച്ചപ്പോൾ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല. അതിനിടയിലാണ് വീണ്ടും ആടിനെ ആക്രമിച്ചത്. ഇതേ തുടർന്ന് നാട്ടുകാർ വീണ്ടും ഭീതിയിലായി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
തുടർന്ന് നടന്ന ധർണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മിട്ടി ഉദ്ഘാടനം ചെയ്തു. വ്യവസായ മേഖലയെയും ജനങ്ങളെയും ചൂഷണം ചെയ്യുന്ന വൈദ്യുതി ബോർഡിന്റെയും റെഗുലേറ്ററി കമ്മീഷന്റെയും നടപടികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി സമിതി മുന്നോട്ടു പോകുമെന്ന് ബിന്നി ഇമ്മിട്ടി പറഞ്ഞു. സമിതി തൃശൂർ ഏരിയ പ്രസിഡന്റ് അലക്സ് പോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ.എം. ലെനിൻ, ടെസി ഡേവിസ്, ജോയ് പ്ലാശ്ശേരി, പി.ഡി. അനിൽ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ആചാര്യപ്രമുഖനും വൈദിക ശ്രേഷ്ഠനുമായ തൃക്കൂർ വൈദ്യനാഥ ശാസ്ത്രികൾ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠം, തൃക്കൂർ പറവട്ടാനി സമൂഹം, ചാലക്കുടി കോടശ്ശേരി സമൂഹം, കുറുമാലി സമൂഹം എന്നിവിടങ്ങളിൽ വൈദിക ആചാര്യനായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനത്തെ മുൻനിർത്തി കേരള ബ്രാഹ്മണ സഭ തൃശൂർ ടൗൺ യൂണിറ്റ് വൈദ്യനാഥ ശാസ്ത്രികൾക്ക് വൈദിക പ്രവീണ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. വൈദ്യനാഥ ശാസ്ത്രികളുടെ നിര്യാണത്തിൽ കേരള ബ്രാഹ്മണ സഭയും പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠവും അനുശോചിച്ചു. സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനം സംബന്ധിച്ച ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയ കേന്ദ്ര റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡയ്ക്ക് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകി. കേരളത്തിൽ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്നും എറണാകുളം സേലം ഇന്റർസിറ്റി, എറണാകുളം കോയമ്പത്തൂർ മെമു എന്നീ തീവണ്ടികൾ ആരംഭിക്കണമെന്നും സ്ഥിരം യാത്രക്കാരുടെ സൗകര്യാർത്ഥം പാസഞ്ചർ തീവണ്ടികൾ സമയനിഷ്ഠ പാലിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളായ എം ഗിരീശൻ, സി.ആർ. തോമസ് എന്നിവരാണ് നിവേദനം നൽകിയത്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ CN ജയദേവൻ MP നിർവഹിച്ചു. പദ്ധതിയുടെ ജില്ലാ ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ MS ജയ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA, നബാർഡ് AGM മണികുമാർ, വിവിധ ബാങ്ക് പ്രതിനിധികളായ വെങ്കടേശ്വരു, ടോം ജേക്കബ്, CJ പോൾ, KR സുരേഷ് കുമാർ, T അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചവർക്കുള്ള പാസ്ബുക്കും റുപേ കാർഡിന്റെ വിതരണവും MP നിർവഹിച്ചു. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നത് തത്സമയം ചടങ്ങിൽ സംപ്രേഷണം ചെയ്തു. ഓരോ കുടുംബത്തിനും അടിസ്ഥാന ബാങ്ക് അക്കൗണ്ട്, അടിസ്ഥാന വായ്പാ സൗകര്യം, പെൻഷൻ സുരക്ഷ, സാമ്പത്തിക സാക്ഷരത ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് അക്കൗണ്ട് ആരംഭിക്കാൻ എല്ലാ ബാങ്കുകളും ടൗൺ ഹാളിലെ വേദിക്ക് സമീപം പ്രത്യേക കൗണ്ടറുകൾ തുറന്നിരുന്നു. പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ക്യാമ്പും നടത്തി. അയ്യങ്കാളി ജയന്തിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി N രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി CA പുരുഷോത്തമൻ, VK പ്രേമൻ, രമേശ് കാവിമറ്റം, രേണു സുരേഷ്, KK ശ്രീനിവാസൻ, A ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അയ്യങ്കാളിയുടെ 151ാമത് ജന്മവാർഷികം കേരള SC/ST സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ആഘോഷിച്ചു. സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് PK ജോൺ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന ചെയർമാൻ PG വേലായുധൻ അധ്യക്ഷത വഹിച്ചു. IK രവീന്ദ്രരാജ്, PV അയ്യപ്പൻ, കരിയന്നൂർ തവരാജ്, MV ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. മണിയൻകിണർ ആദിവാസി കോളനിയിലേക്കുള്ള റോഡ് നന്നാക്കുന്നതിന് MP വിൻസെന്റ് MLAയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. 8 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി ചിലവാക്കുക. ജില്ലാ കളക്ടർ MS ജയ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് കെ ദേവസി, PGSI വർഗീസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 1 MLAയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കും. കേരള NGO അസോസിയേഷൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് സമ്മേളനം സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടാത്തല മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് KA നിക്സൺ അധ്യക്ഷത വഹിച്ചു. KV വിശാന്ത്, TR രഞ്ജു, K ജെയിംസ് പോൾ, MS സുരേഷ് കുമാർ, PP യേശുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് യോഗത്തിൽ യാത്രയയപ്പ് നൽകി. തൃശൂർ മേഖല ടാക്സി ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സ് കോൺഗ്രസ് വാർഷിക സമ്മേളനം കോർപ്പറേഷൻ മേയർ രാജൻ ജയപാലൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ, CK ഫ്രാൻസിസ്, ജോസ് പുതൂർക്കര തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ യൂണിയൻ സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് PM അബ്ദുൽ ഹനീഫ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. EP കമറുദ്ദീൻ, PK ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. എറവിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് തൃശൂർ സ്വദേശിയായ യുവാവിനെ സാരമായി പരിക്കേറ്റു. തൃശൂർ ടെമ്പിൾ ട്രീ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന AG വിജയന്റെ മകൻ 19 വയസ്സുള്ള അദ്വൈതിനാണ് സാരമായി പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. വാടാനപ്പള്ളിയിൽ ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു അദ്വൈത്. അപകടത്തെ തുടർന്ന് കാർ ഭാഗികമായി തകർന്നു. KICB കണ്ടശാങ്കടവ് സെക്ഷനിലെ ജീവനക്കാർ എത്തിയാണ് തകർന്ന ഇലക്ട്രിക് പോസ്റ്റിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു.
ഒരു ഇടവേള കൂടി. വാർത്തയിലേക്ക്. കേരള സ്കൂൾ കൗൺസിലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി തൃശ്ശൂരിൽ ശില്പശാല സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ശില്പശാല അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KA മിനി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു. EC അശ്വതി, SP ശൈലജ, KV ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ KG രാധാകൃഷ്ണൻ ക്ലാസ് എടുത്തു. തൃശൂർ CMS LP സ്കൂളിലെ മാതൃസംഗമത്തിൻ്റെയും രക്ഷാകർതൃ സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് പൂക്കള മാവേലി മത്സരങ്ങൾ നടത്തി. തുടർന്ന് നടന്ന ഘോഷയാത്രയിൽ നിരവധി കുട്ടി മാവേലിമാരും വാമനും പുലിവേഷധാരികളും മറ്റും അണിനിരന്നു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഓണപ്പാട്ടുകളും കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക കുഞ്ഞുമോൾ, PTA പ്രസിഡന്റ് രഘുനന്ദനൻ, മാതൃസംഗമം പ്രസിഡന്റ് ഗായത്രി, മുൻ ഹെഡ്മിസ്ട്രസ് ഓമന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അർബുദം ബാധിച്ച് ജീവിതം കിടപ്പിലായ വീട്ടമ്മ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. അകമല ചാക്യാർകുന്നിൽ കരിപ്പറമ്പിൽ വിനോദിന്റെ ഭാര്യ ഉഷയാണ് കഴിഞ്ഞ 8 വർഷമായി കാലിലെ അർബുദത്തെ തുടർന്ന് നരകയാതന അനുഭവിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായി കാലിലെ അസ്ഥി മാറ്റി സ്റ്റീൽ ദണ്ട് ഇട്ടിരുന്നു. സ്വന്തമായി കിടപ്പാടം പോലുമില്ലാത്ത കൂലിപ്പണിക്കാരനായ വിനോദ് ഇതിനായി ലക്ഷങ്ങളാണ് പലരുടെയും സഹായത്തോടെ ചിലവഴിച്ചത്. എന്നാൽ നടക്കാൻ ശ്രമിക്കുന്നതിനിടെ തെന്നി വീണ് കാലിനുള്ളിലെ സ്റ്റീൽ ദണ്ട് വളഞ്ഞതിനാൽ ഇപ്പോൾ എഴുന്നേറ്റിരിക്കാൻ പോലുമാകാത്ത അസഹ്യമായ വേദനയാണ് ഈ വീട്ടമ്മ അനുഭവിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളായ 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ പോലുമാകാതെ നിസ്സഹായാവസ്ഥയിലാണ് ഈ വീട്ടമ്മ. കാലിനുള്ളിലെ വളഞ്ഞ സ്റ്റീൽ ദണ്ട് ശരിയാക്കണമെങ്കിൽ ഏകദേശം 4 ലക്ഷം രൂപ ചിലവ് വരും. സ്റ്റീൽ ദണ്ട് മാറ്റാനായില്ലെങ്കിൽ കാൽ മുറിച്ചു കളയേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സ്വന്തമായി ഭൂമിയോ കിടപ്പാടമോ ഇല്ലാത്ത ഈ കുടുംബം എങ്ങനെ വിധിയെ നേരിടണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഉഷയുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിനായി പൊതുപ്രവർത്തകർ ചേർന്ന് വടക്കാഞ്ചേരി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഉഷയെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ 74730100008660 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. അഴീക്കോട് മുനമ്പം ജങ്കാർ പ്രശ്നത്തെ ചൊല്ലിയുള്ള ബഹളം മൂലം ജില്ലാ പഞ്ചായത്ത് യോഗം വീണ്ടും തടസ്സപ്പെട്ടു. യോഗം തുടങ്ങിയ ഉടനെ ജങ്കാർ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് ഡിവിഷൻ അംഗം ജമീല അബൂബക്കർ യോഗത്തിൽ എഴുന്നേറ്റ് നിന്നതോടെ ബഹളം തുടങ്ങുകയായിരുന്നു. ഈ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് PK ഡേവിസും രംഗത്തെത്തി. ഇതോടെ അജണ്ടകൾ പാസാക്കി പിരിയുന്നതായി പ്രസിഡന്റ് അറിയിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ അധ്യക്ഷവേദിയിലേക്ക് കയറി ബഹളം വയ്ക്കുകയായിരുന്നു. അല്പസമയത്തിനകം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രസിഡന്റ് അറിയിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഇതിനിടെ ചർച്ചയ്ക്ക് മുതിരാതെ പ്രസിഡന്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി. അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന നിർമ്മാണത്തിലെ അപാകതയാണ് ജങ്കാർ തകരാറിലാകാൻ കാരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇക്കാര്യം സംബന്ധിച്ച് കൊച്ചി കപ്പൽശാലയിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജങ്കാർ പണിതു നൽകിയ കിൻകോയ്ക്കെതിരെ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നിയമ നടപടി കൈക്കൊള്ളുമെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. സ്ഥലം മാറിപ്പോകുന്ന സിറ്റി പോലീസ് കമ്മീഷണർ P പ്രകാശിനെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും പൂരം പ്രദർശന കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ രാജൻ J. പല്ലൻ അധ്യക്ഷത വഹിച്ചു. കളക്ടർ MS ജയ മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി മേയർ PV സരോജിനി, പ്രൊഫസർ മുരളീധരൻ, ദേവസ്വം ഭാരവാഹികളായ പ്രൊഫസർ മാധവൻകുട്ടി, K. മനോഹരൻ, C. വിജയൻ, രാമചന്ദ്ര പിഷാരടി, RSS നേതാവ് G. മഹാദേവൻ എന്നിവർ പങ്കെടുത്തു. ദേവസ്വങ്ങളുടെ ഉപഹാരം ചടങ്ങിൽ P പ്രകാശിനെ സമ്മാനിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഉത്സവ ഭത്ത വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ലോനപ്പൻ ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ കൃഷ്ണൻ നായർ, KK സുന്ദരൻ എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ആഭരണപ്രേമികളുടെ മനസ്സിൽ കനക സൗന്ദര്യങ്ങൾക്ക് കാവ്യാത്മകത പകർന്ന് ഷൈൻ ജ്വല്ലറിയുടെ 3ാമത്തെ ഷോറൂം വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സഞ്ജിക് വെന്നിക്കൽ, ആദിത്യ വെന്നിക്കൽ, അഭിരാം വെന്നിക്കൽ, ഇഷാൻ ഈശ്വർ വെന്നിക്കൽ എന്നിവർ ചേർന്ന പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷൈൻ ജ്വല്ലറി സ്ഥാപകൻ പരേതനായ VA ഷൺമുഖൻ മാസ്റ്ററുടെ പത്നി രാധാ ഷൺമുഖൻ ഭദ്രദീപം കൊളുത്തി. മാനേജിംഗ് ഡയറക്ടർമാരായ സജു വെന്നിക്കലിന്റെയും നിജു വെന്നിക്കലിന്റെയും സാന്നിധ്യത്തിൽ ജയശ്രീ ബാലകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ട്രഡീഷണൽ ആന്റിക് ആഭരണങ്ങളുടെ അതുല്യ ശേഖരം, സാധാരണക്കാർക്ക് ചെറിയ ബഡ്ജറ്റിനിണങ്ങിയ ഡയമണ്ട് നെക്ലേസ്, ഇയർ റിംഗ്സ്, പെൻഡന്റ്സ്, റിംഗ്സ് എന്നിവയുടെ പ്രൗഢ ശ്രേണിയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു.
പുതിയ ഷോറൂമിൽ ആദ്യ പർച്ചേസിനൊപ്പം ഉറപ്പായ ആകർഷക സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഹുണ്ടായി ഇയോൺ കാർ നൽകുന്ന ഓഫർ വാടാനപ്പള്ളിക്ക് പുറമെ ചേർപ്പ്, കൂർക്കഞ്ചേരി ഷോറൂമുകളിലും ലഭ്യമാണ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീഡിയൻ കണ്ടത് ജുവലറി. സ്വർണം ഗ്രാമിന് 2625 രൂപ, വെള്ളി 10 ഗ്രാമിന് 450 രൂപ, തങ്കം ഗ്രാമിന് 2830 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. നാളെ അത്തം. നാളെ മുതൽ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമൊരുങ്ങും. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണ് 7 ക്വാർട്ടേഴ്സുകൾ തകർന്നു. ജനാധിപത്യത്തിന്റെ ഭാഷ മനസ്സിലാകാത്ത ഭരണാധികാരികളാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന് ബാബു എം പാലിശ്ശേരി MLA. ജങ്കാർ സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും MLA. പന്നിത്തടത്ത് 3 കിലോ കഞ്ചാവുമായി മധ്യവയസ്കനെ വടക്കാഞ്ചേരി എക്സൈസ് പിടികൂടി. കുന്നംകുളം അടുപ്പൂട്ടി സ്വദേശി രാജുവാണ് പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ.